ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇറാനി പോളയാണ് കേട്ടോ. ഇറാനി പോള ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അവിടെ ഒരു തട്ടിക്കൂട്ട് വീട്ടിലുള്ള സാധനം വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇറാനി പോളയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടും ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്ത്, പിന്നെ ഞാൻ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓവർ മസാലകളും ഞാൻ ഇട്ടില്ല, കാരണം നമ്മൾ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെയാണല്ലോ ഇത് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് നുള്ളിയെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മല്ലിച്ചപ്പ് എടുത്ത് മുറിച്ചിട്ട് ഇടുന്നുണ്ട് ഇതിൽ. ഇനി അടുത്തതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ അളവ് ഈ ഒരു ഗ്ലാസ്സിന് കണക്കാക്കിയാണ് ഞാൻ അളവെടുത്തത്. അത് ഈ ഗ്ലാസ്സിന് മൊത്തം ഞാൻ മൈദ എടുത്തിട്ടില്ല, കുറച്ച് മൈദ എടുത്ത് അതേ അളവിൽ ഞാൻ പാലും ചേർത്തിട്ടുണ്ട് കേട്ടോ. പാല് ഞാൻ ചേർത്തത് എന്നോട് വീഡിയോ എടുക്കാൻ മറന്നതാണ്. അതിന് മൈദേൻ്റെ പാലിൻ്റെ പകുതി അളവിലാണ് കേട്ടോ ഞാൻ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ള കുരുമുളകും പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് അത് നല്ലതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ അടിച്ച് വെച്ച ബാറ്ററി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പകുതി ബാറ്ററി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം തുറന്ന് ഞാൻ അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാല മൊത്തം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ബാക്കി ബാറ്ററും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ അടിച്ച് വേവിച്ചെടുക്കണം. ഞാൻ അതിൻ്റെ അടിഭാഗത്ത് ഒരു മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെയാണിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇറാനി പോൾ അവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനത് ഒന്ന് തിരിച്ച് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.